ഹലോ എപ്പോഴും പറയുന്നല്ലേ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഷിജാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? എല്ലാവർക്കും സുഖമാണോ? പേടിച്ച് അവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്ന കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കിച്ചണിലിരുന്ന് പറഞ്ഞാലേ കേൾക്കത്തില്ലെന്നല്ല, ഈ എന്തുവാ നമ്മുടെ വെട്ടത്തിൻ്റെ കുറവേ, ഇരുട്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നിരുന്നത്. എൻ്റെ റൂമിലായാലും ടി വിയുടെ സൗണ്ടുകളുള്ളതുകൊണ്ട് കേൾക്കത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ക്ലിയർ കിട്ടത്തില്ലായിരിക്കും, അതുകൊണ്ട് വോയിസ് ക്ലിയർ കിട്ടത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരുന്നതേ. എന്താ പറയാന്നറിയത്തില്ല. അപ്പോൾ ഇന്ന് പിന്നെ പ്രത്യേകിച്ചൊരു വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതിനുള്ളൊരു ഇതുണ്ടായില്ല. അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു കാര്യം പറയാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്താ പറയാൻ വന്ന കാര്യം മറന്നുപോയി. ഇന്ന് എന്താ പറയാ, അപ്പോൾ എന്നെക്കുറിച്ച് ആർക്കും ഒന്നും അറിയത്തില്ല. ആരും എന്നോട് നിന്നിട്ട് ചോദിച്ചിട്ടുമില്ല, ആർക്കും ഒന്നും അറിയത്തുമില്ല. എന്താണ് ജോലിയെന്നോ അല്ലെങ്കിൽ ഈ അതൊന്നും എന്നോട് കമൻറ്റിലായിട്ടില്ലാലും ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. പറഞ്ഞിട്ടില്ലെന്നല്ല, ചോദിച്ചിട്ടില്ല. അപ്പം ഞാനായിട്ട് ആരും സ്കിപ്പ് ചെയ്ത് പോവില്ല കേട്ടോ. വീഡിയോ കാണുന്നവരാരും പോവരുതേ. അപ്പം ഞാൻ ഇച്ചിരി ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ള പറഞ്ഞിട്ട് പോകാം. അപ്പം ആരും എൻ്റെ ജോലി എന്താണെന്നോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒന്നും എന്നോട് ചോദിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഓരോരുത്തരുടെ കമൻറ്റ് ബോക്സൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൊതിയാണ്, ഇനി എന്നാണാവോ എൻ്റെ ഇതിൽ ഇങ്ങനെ കമൻറ്റൊക്കെ വരുന്നേ എന്നുള്ളത്. അപ്പം ഞാൻ പറയാൻ വന്നത്, അപ്പം ഞാൻ ഇപ്പോൾ 2-3 മാസമായി വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് 3-ാമത്തെ മാസമാണ്. അപ്പോൾ എനിക്ക് ഇതുവരെ 500 സബ്സ്ക്രൈബർ പോലും ആയിട്ടില്ല. അപ്പം ഞാനെന്താണെന്ന് വെച്ചാലേ, ആരും ചോദിച്ചില്ലേലും എൻ്റെ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചു. അതിപ്പോൾ പറയുന്നില്ല, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. അപ്പം എനിക്ക് 1000 സബ്സ്ക്രൈബർ ആകുമ്പോഴത്തേനും ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയും. ഞാനൊരു 7 വയസ്സ് മുതൽ തുടങ്ങിയ 7 വയസ്സ് മുതൽ ഞാൻ ചെയ്യുന്ന ജോലി, 7 വയസ്സ് മുതൽ തുടങ്ങിയതാണ് ഞാൻ ജോലി ചെയ്യാൻ. ഇപ്പോഴും ഞാനത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ കുറേ കാര്യങ്ങളും ഞാൻ കുട്ടിയായിരുന്നപ്പം മുതൽ അനുഭവിച്ച ഓരോരോ കാര്യങ്ങൾ, എൻ്റെ വീട്ടിൽ നിന്നിട്ടല്ല വേറൊരിടത്ത് നിന്നിട്ടാണ് അനുഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ആരും ഒരു കുട്ടികളും അനുഭവിച്ച് കാണത്തില്ല. അത് എൻ്റെ വീട്ടുകാർക്ക് പോലും ശരിക്കും പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല. എൻ്റെ സഹോദരങ്ങൾക്ക് പോലും അറിയത്തില്ല ആ ഒരു കഥ അവിടെ എന്തായിരുന്നു എന്നുള്ളത്. അവരെന്നെ അങ്ങനെ പീഡിപ്പിക്കുകയോ അങ്ങനെ ഒന്നും പീഡിപ്പിക്കുകയെന്ന് വെച്ചാൽ മാനസികമായിട്ട് പീഡിപ്പിക്കില്ല, അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ, അങ്ങനെയൊന്നും അല്ല. പക്ഷേ അവിടെ കുറച്ച് നാൾ വളർന്നപ്പോൾ ഉണ്ടായ കുറച്ച് സാഹചര്യങ്ങൾ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നത്. പക്ഷെ ഞാൻ എപ്പോഴും പറയാം, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷേ ഒരു കുട്ടിക്ക് ഉണ്ടായ കുറേ അനുഭവങ്ങൾ, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെയൊന്നും അനുഭവങ്ങൾ ഉണ്ടാവില്ല ആർക്കും. അവർ അന്ന് കുട്ടിയായിരുന്നുകൊണ്ട് തന്നെ അതിൻ്റെ എന്താണ് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. കുട്ടിയായിരുന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. എന്താ പറയുക, പേടിയോ ഭയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതിൽ തൊട്ട് ഇങ്ങോട്ടുള്ള കുറേ കാര്യങ്ങൾ, അത് ഒരു 7 വയസ്സ് മുതൽ ഒരു 10-15 വയസ്സ് വരെ ഉള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ,
അപ്പം ഇതുവരെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ അപ്പം ഇതെല്ലാം പറയാം. അപ്പം എൻ്റെ കുറച്ച് സബ്സ്ക്രൈബർ ഒരു 1000 ഒക്കെ ആവട്ടെ എന്ന് വിചാരിച്ച്. ഞാൻ പറയുന്നത് കേൾക്കാൻ ഒക്കെ വേണമല്ലോ. ആരുമില്ലാതെ ചുമ്മാ ഇരുന്ന് പറഞ്ഞിട്ട് പോയാൽ ശരിയാവത്തില്ലല്ലോ. 10 പേര് കേൾക്കണമല്ലോ, അറിയണമല്ലോ നമ്മുടെ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങൾ അറിയണമല്ലോ. സമൂഹത്തിൽ ഇങ്ങനെയും ആൾക്കാർ ജീവിച്ചു, ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അതെനിക്ക് എല്ലാവരോടും ഒന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് പറയാമെന്ന് വെച്ച്. പക്ഷേ 1000 സബ്സ്ക്രൈബർ കൂടെ സോറി 1000 സബ്സ്ക്രൈബർ ആവുമ്പം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യണവർക്ക് സത്യം പറഞ്ഞാൽ നല്ല ഹൃദയത്തിൽ ആഴത്തിൽ നിന്നുള്ള നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് പേരെ ഉള്ളെങ്കിലും എനിക്ക് വളരെയധികം നന്ദിയുണ്ട് നിങ്ങൾ എന്നോട് കാണിക്കുന്ന സപ്പോർട്ടിന്. അതുപോലെ ലോങ് വീഡിയോ ഒക്കെ ശരിയല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല കേട്ടോ. അറിയാതെ തുടങ്ങിയതാണ് കേട്ടോ. ഒരു വീഡിയോ ഇടുന്ന രീതികളോ ഒന്നും എനിക്കറിയത്തില്ല. എനിക്ക് എൻ്റെ അറിവിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇതൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും അറിവിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അറിയാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. ഈ വീഡിയോ കണ്ടിട്ട് ആരും എന്താ പറയുക മോശമാണെന്ന് ആർക്കും തോന്നണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അറിയാത്തതുകൊണ്ട് ചെയ്യുന്നതാണെന്ന് അവർക്ക് തോന്നുമല്ലോ. അയ്യോ അവർക്ക് അറിയത്തില്ല, അത് അറിയാതെ വന്നു പോകുന്ന ഓരോ പാകപ്പിഴകളാണ് എന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത്. അപ്പം എനിക്കൊരു 1000 സബ്സ്ക്രൈബർ ആകുമ്പോൾ ഞാൻ അനുഭവിച്ചതും ഞാൻ വളർന്ന സാഹചര്യങ്ങളും എല്ലാം ഞാൻ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ചുമ്മാതിപ്പം നിങ്ങളോട് ഇതൊന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ച്. അപ്പം എനിക്ക് 1000 സബ്സ്ക്രൈബർ ആവട്ടെ. അപ്പം ഞാൻ പറയാം. ഒരു 7 വയസ്സ് മുതലുള്ള ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ വളർന്നത്, അങ്ങനെ കുറേ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ട് ഇപ്പം ഇവിടെ വരെ എത്തി നിൽക്കുന്നു. അപ്പോൾ അതൊന്ന് പറയാമെന്ന് വെച്ചിട്ടാണ് വന്നത്. അപ്പം മാക്സിമം എൻ്റെ ലോങ് വീഡിയോ എല്ലാവരും കയറി കാണണം. തലയിൽ പേനൊന്നും ഇല്ല കേട്ടോ. അത് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞ് പഠിച്ചു പോയി. പേടിയുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയിലാണ് അവിടെ ഏത് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചിരിക്കുമ്പോഴൊക്കെ പതുക്കെ ചിരിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ. അപ്പം 1000 സബ്സ്ക്രൈബർ പെട്ടെന്ന് എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ എൻ്റെ കഥ കേൾക്കണമെങ്കിൽ. പിന്നെ ഞാൻ പറയുമ്പോൾ ആരെങ്കിലും ഒക്കെ കേൾക്കാൻ ആൾ വേണ്ടായോ. ചുമ്മാ ഇരുന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പം ആൾ വരട്ടെ, എന്നിട്ട് ഞാൻ പറയാം. അപ്പം നിങ്ങൾ വിചാരിക്കും കുട്ടിയെ ഇവരെന്ത് കഷ്ടപ്പെട്ടാണ് വളർന്നത് എന്നൊക്കെയുള്ളത്. അപ്പം ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. എന്തൊക്കെ കഷ്ടങ്ങളും ത്യാഗങ്ങളും വിഷമങ്ങളും മാനസികമായിട്ട് അനുഭവിച്ച് ഇവിടെ വരെ എത്തി എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഒരുപാട് ഞാൻ എപ്പോഴും എന്നെ കണ്ട ആർക്കും ഒരു വിഷമമുണ്ടെന്ന് തോന്നത്തില്ല. ഞാൻ എപ്പോഴും ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരു കുട്ടികളുടെ ഒരു പ്രതീതിയാണെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. പക്വതയില്ല എന്ന് വരെ പറഞ്ഞ് എന്നെ ജോലിയിൽ നിന്ന് വരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഈ അടുത്ത സമയത്താണ് എനിക്ക് പക്വതയില്ലെന്നും പറഞ്ഞ് എനിക്ക് ആ ഉള്ള ജോലിയിൽ നിന്ന് തന്നെ എന്നെ പിരിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് വന്ന ഒരാളാണ്. എപ്പോഴും നമ്മൾ അത് ഓർത്ത് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഓർത്തിരുന്നിട്ട് നമ്മൾ എന്തിനാ ദുഃഖിക്കുന്നത്? ദുഃഖിച്ച് നമുക്ക് അസുഖങ്ങളും പിന്നെ നമുക്ക് എന്താ പറയുക എപ്പോഴും അങ്ങനെ ദുഃഖിച്ചിരിക്കാനല്ലേ പറ്റുള്ളൂ. കാര്യങ്ങളെല്ലാം അവിടെ അത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോന്നാ ദൈവം ഓരോരുത്തർക്ക് കൊടുത്തേക്കണം. അതൊക്കെ നമ്മൾ അനുഭവിച്ചാലേ പറ്റൂ. അത് ഒരിടത്ത് ചെന്നിരുന്ന് കരഞ്ഞൊഴുകി അല്ലെങ്കിൽ അങ്ങനെ ഇരുന്നാൽ പറ്റൂലല്ലോ. നമ്മൾ സന്തോഷിക്കാനുള്ള സമയത്ത് സന്തോഷിക്കണം. എപ്പോഴും ദുഃഖിച്ച് തന്നെ ഇരിക്കാൻ പറ്റുമോ? പിന്നെ എനിക്ക് പക്വതയില്ല എന്നും പറഞ്ഞിട്ട് എൻ്റെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. ആ ചേച്ചി കാണുവാണെങ്കിൽ എനിക്ക് നന്നായിട്ട് പക്വതയും പാകതയും ഒക്കെ ഉണ്ട്. പക്ഷേ അത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് ഞാൻ ഉപയോഗിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അല്ലാതെ ഞാൻ പക്വതയില്ലാതെ ആരോടും പെരുമാറിയിട്ടില്ല. അത് എന്നെ അറിയുന്നവർക്കറിയാം. പിന്നെ
അതുകൊണ്ട് അവർ പക്വതയോട് പെരുമാറണമെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല അതെന്താണെന്ന്. കുട്ടികളോട് എനിക്ക് കുറച്ച് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. കുട്ടികളോട് ഞാൻ പെട്ടെന്ന് ഇടപെടും. കുട്ടികളുമായിട്ട് പെട്ടെന്ന് അടുക്കുന്ന ഒരു സ്വഭാവമാണ് എൻ്റേത്. തീരെ കുഞ്ഞു കുട്ടികളല്ല, ഒരു 10 വയസ്സ് 12 വയസ്സ് 7-8 വയസ്സൊക്കെ ഉള്ള കുട്ടികളോടൊക്കെ ഞാൻ പെട്ടെന്ന് അടുക്കും. എവിടെ ചെന്നാലും എല്ലാ കുട്ടികളുമായിട്ട് എനിക്ക് നല്ലൊരു ഉണ്ടാവും പെട്ടെന്ന് തന്നെ. അത് ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ അങ്ങനെ വളർന്നുകൊണ്ടായിരിക്കും എനിക്ക് ആ കുട്ടികളോട് പെട്ടെന്ന്, കുട്ടികളും എന്നോട് അടുക്കും, ഞാനും അങ്ങനെ കുട്ടികളോട് പെട്ടെന്ന് അടുക്കും. കുട്ടികളുമായിട്ട് ഞാൻ നല്ല ഇതായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അവരോട് കളിക്കാനും ചിരിക്കാനും എല്ലാം ഞാൻ ചെല്ലും. അതാണ് എന്നെ പക്വതയില്ലെന്നും പറഞ്ഞ് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. അതൊന്നും പോട്ടെ, ദൈവം വാക്കേറിയവൻ ഇരയും തരും എന്നൊരു നമുക്ക് നമ്മുടെ ഒരു ചൊല്ലല്ല, ഒരു വചനമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മളെ പിരിച്ചുവിട്ടാലും ദൈവം തമ്പുരാൻ നമുക്ക് കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തരും, എപ്പോഴായാലും തരും. അതെനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പം അത് പറയാനാണ് വന്നത്. അപ്പോൾ 1000 സബ്സ്ക്രൈബർ ആവട്ടെ, എന്നിട്ട് ഞാൻ എൻ്റെ ഓരോരോ കഥകളായിട്ട് പറയാം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ എൻ്റെ ലോങ് വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് എന്നെ സഹായിക്കണം കേട്ടോ. നിങ്ങൾ മാത്രമാണ് എൻ്റെ അഭയം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയ നന്ദിയുണ്ട് കേട്ടോ. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണമെന്നൊരു അപേക്ഷയുണ്ട്. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എൻ്റെ എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ടാറ്റാ. അയ്യോ, അപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ കേട്ടോ. അപ്പോഴത്തേക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.